ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഉരുളക്കിഴങ്ങ് മസാല ഫ്രൈ ആണ്. അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും എടുക്കാം. ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പം അരിഞ്ഞ ശേഷം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ അരിഞ്ഞ ശേഷം കഴുകിയിട്ട് നമുക്കൊന്ന് വെള്ളം കളഞ്ഞെടുക്കാം. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോവാതെ തന്നെ മൂപ്പിച്ചെടുക്കണേ. അപ്പം അത് നല്ലതുപോലെ മൂപ്പിച്ച ശേഷം നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് സവാളയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ചിടാം. പക്ഷേ വെളുത്തുള്ളി ഞാൻ ഇതിനകത്ത് ചതച്ചിടുന്നില്ല. വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ്ട് ഇത് നല്ലതുപോലെ മൂത്ത ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നീളത്തിലാണ് അരിഞ്ഞെടുത്തത്. നിങ്ങൾക്ക് ഇനി എല്ലാം ചതുരക്കഷ്ണങ്ങളായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം. നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ എല്ലായിടത്തും ഈ മസാല പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാമേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ഉണക്കമുളക് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഉണക്കമുളക് ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്താൽ മതിയേ. അപ്പം ഞാൻ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഇപ്പോൾ ചേർത്തത് എരിയുള്ള മുളകാട്ടോ, ഉണക്കമുളക്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച ശേഷം ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് തുറന്നിളക്കി ഒന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ ഫ്രൈ രൂപത്തിലാക്കി എടുക്കണേ. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ചീരകമല്ല, ഗരം മസാല പൊടിച്ചതാണ്. നമ്മളെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാലയാണ്. അതും കൂടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ പോലെ ആയി വരട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാട്ടോ. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലെ കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവേ. ഇതിലേക്ക് 2 കരിയാപ്പിലയും കൂടെ ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെ, എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് അറിയാമോ? അടിപൊളി ടേസ്റ്റാട്ടോ. കരിയാപ്പിലയും കൂടെ ഇട്ട് ഇളക്കുമ്പോൾ നല്ലൊരു മണം ഇപ്പം തന്നെ വരുന്നുണ്ട്. നമുക്ക് ചുമ്മാതെ വേണമെങ്കിൽ ഇത് കഴിക്കാൻ തോന്നും കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചൂടോടെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവേ. നല്ല ടേസ്റ്റാണ്. സവാളയൊന്നും വേണ്ട, വെറും ഉരുളക്കിഴങ്ങ് മാത്രം മുളക് മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഇനി ഉരുളക്കിഴങ്ങ് കിട്ടുമ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അത് അടിപൊളിയായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂട് ചോറും ഇത് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ പല രീതിയിൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വയ്ക്കാറുണ്ട്, ഇതുപോലെ മസാല ഫ്രൈയും ചെയ്യാറുണ്ടല്ലേ. പക്ഷേ ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഗരം മസാല ഇട്ടും അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതെങ്കിലും മീറ്റ് മസാലയൊക്കെ ചേർത്ത് ഇതുപോലെ മെഴുക്കുവരട്ടി ഫ്രൈ റെഡിയാക്കി എടുത്താലും നല്ല ടേസ്റ്റാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ, താങ്ക്